ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളായി ഞാൻ വീഡിയോസ് ഒന്നും എഴുതുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ജാൻമണി അർജുൻ ഇഷ്യൂ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണിൻ്റെയും അർജുൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അർജുനെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസും കാണാനിടയായിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പം ഞാൻ ഒരു വലിയ അർജുൻ ഫാനൊന്നുമല്ല. എന്ന് വെച്ചിട്ട് എനിക്ക് അർജുനോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കേടും ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ടോപ്പ് 5 ആരാണെങ്കിലും ആര് കപ്പടിച്ചാലും ഐ എം ഓക്കെ എക്സെപ്റ്റ് ജാസ്മിൻ. സോ ജാസ്മിൻ ഒഴിച്ച് ബാക്കി ആര് കപ്പടിച്ചാലും ഞാൻ ഓക്കെ ആണ്. അർജുനെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ടു. അതിലൊരു വീഡിയോ ആയിരുന്നു അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്ന് അതുൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വലിയ ലോജിക് ഉള്ളതായി തോന്നിയിട്ടില്ല. അപ്പം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. സിജോ എവിക്റ്റ് ആയ അന്ന് അർജുൻ ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ ഞാനത് എപ്പിസോഡ് റിവ്യൂല് ഓടിച്ച് പറഞ്ഞു, എന്തിനാടെ കറങ്ങണം അത് പോട്ട് എന്നുള്ള രീതിയിലും പറഞ്ഞു പോയി. പക്ഷെ എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അവിടെ നിന്ന് എവിക്റ്റ് ആകുമ്പോൾ എന്തിനാണ് ഈ പറയുന്നത് കരയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലാത്തൊന്ന് ചോദിക്കേണ്ടോ. ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഗെയിം ഷോ ആണ്. അവിടെ നിന്ന് നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ എവിക്റ്റ് ആയി പോകുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരുത്താൻ പോയി അല്ലെങ്കിൽ ഒരുത്തി പോയി, ഇനി അടുത്ത് ബാക്കിയുള്ളവരെ നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഒരാൾ എവിക്റ്റ് ആകുമ്പോൾ സങ്കടപ്പെടുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ അഭിനയമെന്ന്. അപ്പോ എന്നിട്ടും ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അത് അവന്റെ ഓട്ടം കൂടി പിടിച്ച് പറ്റാനുള്ള സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണ് സത്യമെന്ന് ഇപ്പോൾ അർജുന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ഔട്ടായപ്പോൾ ആർക്കും കരച്ചില്ല, അർജുൻ ഭയങ്കര കരച്ചില്ല. അപ്പോൾ എവിക്റ്റ് ആയി പോയപ്പോൾ അർജുൻ കരഞ്ഞത് ഫേക്ക് ആണെന്നാണ് അതുൽ പറയുന്നത്. സോ എനിക്കത് അതുൽ പറയുന്നതിനോട് യോജിക്കാനായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിനു മുന്നേയും പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോയിട്ടുണ്ടല്ലോ. അപ്പോഴേക്ക് അർജുൻ മാറി നിന്ന് കരയുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ അർജുൻ സിജോ പോയപ്പോഴുള്ള കരച്ചിൽ ഒരു ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അർജുൻ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പല സിറ്റുവേഷൻസിലും അർജുൻ മാറി നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ പലപ്പോഴും അർജുൻ പല സിറ്റുവേഷൻസിലും മാറി നിന്ന് കരയുന്നത് കണ്ട ഒരാളാണ്. സോ ഞാനൊരാളാണ് എന്ന് വിചാരിച്ചിട്ട് കരയാതെ അവിടെ പിടിച്ചു നിന്നിട്ടൊന്നുമില്ല. പല സിറ്റുവേഷൻസിലും അർജുൻ കരയുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിജോ പോയപ്പോൾ ഫേക്കായിട്ടാണ് കരഞ്ഞത് എന്നുള്ളതിനോട് യോജിക്കാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പുറത്ത് വന്നിട്ട് സിജോ തന്നെ പറഞ്ഞിട്ടുണ്ട് അർജുൻ എനിക്കൊരു ബ്രദറിനെ പോലെയാണെന്നുള്ളത്. സോ അതിൽ പറയുന്നത് പോലെ തന്നെ ഓഫ് കോഴ്സ് ഇതൊരു റിയാലിറ്റി ഷോ തന്നെയാണ്. അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്. എന്നാലും പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ദേഷ്യവും ഒക്കെ തോന്നാം. സോ അതിൽ പറയുന്ന പോലെ എല്ലാവരും ഒരു കോമ്പറ്റീറ്റർ ആണ് എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ പേളി ആൻഡ് ശ്രീനിഷ് കല്യാണം കഴിക്കില്ലല്ലോ. അവർ രണ്ടുപേരും ഇപ്പൊ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അപ്പം പേളി അപ്പോൾ ശ്രീനിഷിനെ ഒരു കോമ്പറ്റീറ്റർ മാത്രമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അതും ഇല്ലല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഹൗസിൽ അങ്ങനെ അവർ ജീവിക്കുമ്പോഴേക്കും അവർക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങളിലും അവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോഴത്തേക്കും അവർക്ക് പരസ്പരം സ്നേഹം തോന്നാം. അതിൽ നമുക്ക് ആർക്കും ഒരു കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ഈവൻ അതൊരു നമ്മുടെ കോമ്പറ്റീറ്റർ ആണെങ്കിൽ കൂടെ അവർക്ക് അവരുടെ അടുത്ത് സ്നേഹം തോന്നും. അപ്പം അവർ പോകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി വിഷമം വരും. അപ്പോൾ അതിൽ പറയുന്ന പോലെ എല്ലാം ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ മാത്രം കാണാനായിട്ട് എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും നോക്കുകയാണെങ്കിലും ആളുകൾ എവിക്റ്റായി പോകുമ്പോൾ അവർ കരയുന്നുണ്ടല്ലോ. അപ്പം നമ്മളൊക്കെ ആലോചിക്കുന്നത് എന്തിനാണ് ഇവർ കരയുന്നതെന്നുള്ളത്. അവരവിടെ 100 ദിവസം അവിടെ ജീവിക്കുമ്പോൾ അവരൊരു ഫാമിലി പോലെയാണ് ജീവിക്കുന്നത്. അവർക്ക് യാതൊരു ബന്ധവും ഔട്ട്സൈഡ് ആയിട്ടില്ല. അപ്പം അവർക്ക് അവരാണ് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സിജോ ആയിട്ട് തുടക്കത്തിൽ തന്നെ സിജോ ആൻഡ് അർജുൻ വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സിജോനോട് ഒരു ബ്രദർലി ഫീൽ അർജുനും ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ജാൻമണി പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. കാരണം ജാൻമണി രഞ്ജനയുടെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അവൾ ശപിച്ചത് നോറയല്ല, ജാൻമണി ശപിച്ചിരിക്കുന്നത് അർജുനെയാണെന്ന്. പക്ഷേ ജാൻമണി ശപിച്ചിട്ടുള്ള ആ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജാൻമണി ശപിക്കുമ്പോൾ അവളുടെ നാവ് അങ്ങനെ ആവണം, അവളുടെ നാവ് ഇങ്ങനെ ആവണം, ഇങ്ങനെ പറഞ്ഞിട്ടാണ് അന്ന് ശപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അർജുനെ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് അർജുനെ അവൾ എന്ന് വിളിക്കുന്നത്?
അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജാൻമണി കള്ളം പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ജാൻമണിയായിട്ട് അർജുന് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത്? അത് അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അപ്പോൾ അവരുടെ പേഴ്സണൽ ചോയ്സിൽ നമുക്ക് അങ്ങനെ വിടാം. അവർ ബിഗ് ബോസിൽ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ പോരെ. ഇനി നമ്മൾ ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയിട്ട് ഇപ്പൊ ജാസ്മിന്റെ ലൈഫ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇതൊക്കെ താങ്ങാനുള്ള മനഃശക്തി അവൾക്ക് ഉണ്ടാവുമോ എന്നുള്ളത് പോലും നമുക്ക് ആർക്കും അറിയില്ല. അപ്പം അതുപോലെ ജാസ്മിൻ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ എല്ലാവരും കൂടി അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇറങ്ങി ആ കുട്ടിയുടെ ലൈഫ് ഒരു വിധം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അർജുന്റെ ലൈഫും കൂടെ സ്പോയിൽ ചെയ്യാനാണോ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്? അപ്പം അർജുനെ സ്നേഹിക്കുന്നവരാണെങ്കിലും അർജുനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിലും എന്തിനാണ് അർജുന്റെ പേഴ്സണൽ ലൈഫിൽ കയറി ഇത്രമാത്രം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? അർജുനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അത് ബിഗ് ബോസിനുള്ളിലെ ഗെയിമിനെ വെച്ച് നിങ്ങൾ വിലയിരുത്തുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ബിഗ് ബോസ് ഹൗസിനുള്ള ഏതൊരു കണ്ടസ്റ്റൻസ് ആയാലും അവരുടെ ഗെയിമിനെ വിലയിരുത്തുക, അവരുടെ ഗെയിമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. ബിഗ് ബോസ് കഴിഞ്ഞാലും അവർക്ക് അവരുടെ ലൈഫ് കൊണ്ടുപോകേണ്ടതാണ്, അവർക്കൊരു ജീവിതം ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ജീവിതത്തിന് പ്രോബ്ലം ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അർജുന്റെ അമ്മ ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പേഴ്സണലി എനിക്കത് ഡൈജസ്റ്റീവ് അല്ല, ഞാനത് കൊടുക്കാം. അർജുൻ എന്ന വ്യക്തി ഇറങ്ങി കഴിയുമ്പോൾ അർജുൻ വിൻ ചെയ്ത് വരുവാണെങ്കിൽ ഹൃദയത്തെ തൊട്ട് പറയുന്നതാണ്, പല ആൾക്കാരെയും നിർദ്ധരായ കുടുംബങ്ങളെ ഞങ്ങൾ സഹായിച്ചിരിക്കും. ഉറപ്പാണ്. പല ചാരിറ്റികളിലും ഞങ്ങള് സഹായം കൊടുക്കും. അതുപോലെ ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്യും. അല്ലാത്ത കുട്ടികളെ കണ്ടുപിടിച്ച് നിർദ്ധരായ കുടുംബങ്ങളിൽ ഞങ്ങളത് സഹായങ്ങൾ എത്തിച്ചിരിക്കും. ഉറപ്പായിട്ട്. ഓക്കെ, നല്ല കാര്യമാണ് അർജുന്റെ അമ്മ പറയുന്നത്. അർജുൻ ജയിക്കുവാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പാവങ്ങളെ സഹായിക്കും, കാര്യങ്ങൾ ചാരിറ്റി പരിപാടിയൊക്കെ ചെയ്യും. നല്ല കാര്യമാണ്. പക്ഷേ അത് അർജുൻ ജയിക്കുകയാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഇല്ല. ഈ പറയുന്ന പോലെ അർജുൻ 10-100 ദിവസം അവിടെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് അല്ലാണ്ട് നല്ലൊരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് എടുത്ത് സഹായിക്കത്തില്ല. ജയിക്കുവാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് സഹായിക്കാം എന്നുള്ള സാധനമാണ് ഈ പറയുന്ന അർജുന്റെ അമ്മ പറയുന്നത്. അതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അതുപോലെ തന്നെ അർജുന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അതുലിന് ഡൈജസ്റ്റ് ആയില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിന് ഡൈജസ്റ്റ് ആവാത്തതെന്ന് എനിക്കറിയുന്നില്ല. അർജുന്റെ അമ്മ അർജുനെ അല്ലാതെ വേറെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുക? എൻ്റെ മകൻ ജയിച്ച് കാണണം എന്നല്ലേ ഏതൊരു അമ്മയും ആഗ്രഹിക്കുള്ളൂ. അത് മാത്രമല്ലേ ആ ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നുള്ളൂ, ആ ഒരു സ്ത്രീയും പറഞ്ഞിട്ടുള്ളൂ. അവരുടെ മകൻ ജയിക്കുകയാണെങ്കിൽ അവര് ഒരു അർഹിക്കുന്ന ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അപ്പം അതിനെ വളച്ചൊടിച്ച് ജയിച്ചാൽ മാത്രമേ അവർ കൊടുക്കുള്ളൂ. അർജുൻ എത്ര നാൾ ബിഗ് ബോസിന് കിട്ടുന്ന എമൗണ്ടിൽ നിന്നും എന്തുകൊണ്ട് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് എന്താണത്? അർജുന്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ വീട്ടിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് അതിന് അറിയോ? അപ്പം അർജുൻ ചിലപ്പോൾ ആ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ടായിരിക്കാം ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളത്. അപ്പം ഇത്രയും നാളും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നേടിയിട്ടുള്ള ആ എമൗണ്ട് മേ ബി അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും ഒക്കെ ആയിരിക്കും അർജുൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആ ഒരു എമൗണ്ടിൽ നിന്നും താൻ ഒന്നും ചെയ്യില്ല, ഞങ്ങളൊന്നും ചെയ്യില്ല എന്നും അർജുൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. കപ്പ് പിന്നെയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനർത്ഥം ഒരിക്കലും നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അർജുനെതിരെ നല്ല ഒരു ഡീഗ്രേഡിങ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അർജുനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനൊന്നും മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് ഹൗസിൽ അർജുൻ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് വിമർശിക്കൂ, അല്ലാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടല്ല നിങ്ങൾ അദ്ദേഹത്തിനെ ഡീഗ്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.